ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ശക്തി രാജ്യമായ അമേരിക്കയിലൂടെ നമ്മളൊരു യാത്ര പോവുകയാണ്. അമേരിക്കയിലെ പ്രധാന സ്ഥലങ്ങൾ, സ്മാരകങ്ങൾ, ചരിത്ര ഇടങ്ങൾ നമ്മൾ ഈ യാത്രയിലൂടെ സന്ദർശിക്കും. അമേരിക്കയിലെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന ജോർജ് വാഷിങ്ടണിൻ്റെ സ്മരണാർത്ഥം നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ കൽനിർമ്മിതികളിലൊന്നാണ് വാഷിങ്ടൺ സ്മാരകം. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിന് മുമ്പിൽ നിന്നുള്ള കാഴ്ചകളാണിതെല്ലാം. പൗരാവകാശങ്ങൾക്കായി നീതി തേടിയുള്ള നിരവധി സമരാവിഷ്കാരങ്ങൾ നമുക്കിവിടെ കാണാം. ഇസ്രായേൽ അധിനിവേശം തുടർന്ന ഫലസ്തീൻ ജനതയ്ക്കുള്ള ഐക്യദാർഢ്യം, ലോകത്തുടനീളം വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ ഇരയാക്കപ്പെടുന്ന മനുഷ്യരോടുള്ള ഐക്യദാർഢ്യം ഈ സമരവേദിയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അമേരിക്കയിലെ മിനിയാപോളിസിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ജോർജ് ഫ്ലോയ്ഡ് എന്ന ചെറുപ്പക്കാരൻ പോലീസ് ബൂട്ടുകൾക്ക് ഇടയിൽ ഞെരിഞ്ഞവറിഞ്ഞ് കൊല്ലപ്പെട്ടത് അമേരിക്കയിൽ മാത്രമല്ല ലോകത്തുടനീളം വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. ലോക പോലീസ് എന്നവകാശപ്പെടുന്ന അമേരിക്കയിൽ കറുത്തവർഗക്കാർക്കെതിരെ ഇപ്പോഴും തുടരുന്ന നീതി നിഷേധങ്ങൾ, വിവേചനങ്ങൾ വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. കറുത്ത വർഗ്ഗക്കാർക്കെതിരെയുള്ള വിവേചനത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച അമേരിക്കയിലെ പൗരാവകാശ നേതാവ് മാർട്ടിൻ ലൂതർ കിങ് 1963 നടത്തിയ പ്രശസ്തമായ പ്രസംഗം ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് എഴുതി വെച്ച സ്മാരകവും നമുക്കിവിടെ കാണാം. ഇനി നമ്മൾ നടക്കുന്നത് അബ്രഹാം ലിങ്കൺ സ്മാരകത്തിലേക്കാണ്. അമേരിക്കയിലെ ഏറ്റവും പ്രഗത്ഭനായിരുന്ന പ്രസിഡൻ്റായിരുന്നു അബ്രഹാം ലിങ്കൺ. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് വാഷിങ്ടണിൽ ഇത്രയും വലിയ സ്മാരകം നിർമ്മിച്ചിട്ടുള്ളത്. ലിങ്കൺ സ്മാരകത്തിന് നേരെ എതിർവശം കാണുന്ന ഈ സ്തൂപമാണ് നേരത്തെ നമ്മൾ പറഞ്ഞ വാഷിങ്ടൺ സ്മാരകം. രണ്ടാം ലോക മഹാന്റെ സ്മാരകങ്ങൾ ഉൾപ്പെടെ നിരവധി യുദ്ധസ്മാരകങ്ങളും മറ്റു ചരിത്ര സ്മാരകങ്ങളും കണ്ട് നേരെ വിർജീനിയ സഫാരി പാർക്കിലേക്കാണ് ഈ യാത്ര.